അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ലൈസാമ്മ. ഞാൻ പുലാപ്പറ്റയിൽ നിന്ന് വരുന്നു. ഇവിടെ വരുന്ന സമയത്ത് കൈക്ക് നല്ല കൈ പൊക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നല്ല വേദനയായിരുന്നു. ഡോക്ടറെ അടുത്തേക്കൊന്ന് ഇവിടെ വന്നിട്ട് വേണം ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വെച്ചിട്ട് ഈ ദിവ്യവൈദ്യനായ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടേ ഞാൻ മരുന്ന് മേടിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഈ ആലയത്തേക്ക് കടന്നു വന്നത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൈകൾ പൊക്കാനൊക്കെ രാവിലെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈശോ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഏത് കൈയാണ്? രണ്ട് കൈയുണ്ടോ? വലത്ത് കൈ. വലത്ത് കൈക്ക് ഉണ്ടായിരുന്നു. ബുധനാഴ്ച ദിവസം ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വേദന ഉണ്ടായിരുന്നു. കുർബാനയുടെ സമയത്ത് വേദന ഉണ്ടായിരുന്നു. സമയത്ത് മാറി. സ്തുതിച്ച് കുർബാന സമയത്ത് വേദന ഉണ്ടായിരുന്നു. അത് വേദന കുറഞ്ഞു വന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സൗഖ്യാരാധന ഡെലിവറൻസ് നടത്തുന്ന സമയത്ത് കൈയുടെ പെയിൻ കുറഞ്ഞുകൊണ്ടിരുന്നു. എത്ര നാളായിട്ടുള്ള രോഗം? 5-8 വർഷമൊക്കെ ഉണ്ടായോ. 8 വർഷങ്ങൾക്ക് പശുവിന് വൈക്കോൽ എടുക്കാൻ തൊഴുത്തിന്റെ മുകളിൽ നിന്ന് ഇവിടെ തോളയിൽ തട്ടി താഴേക്ക് വീഴുകയത്. എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തോ? ഒന്നും ചെയ്തില്ലായിരുന്നു. ഒന്നും ചെയ്തില്ല. ഇത് ഇവിടെ വന്ന് ഈ വേദന ഉണ്ടായിരുന്നു വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആശുപത്രി പോകാനായിരുന്നു. ഇപ്പൊ വേദനയില്ല. ഈശോയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ആശുപത്രി പോകുന്നുള്ള തീരുമാനം എടുത്തു. അമ്മയ്ക്ക് അടുത്ത കൈയിലേക്ക് വെച്ച് എൻ്റെ കൈയൊന്ന് പൊക്കി നന്നായിട്ട് ഒന്ന് കൈയൊന്ന് വീശി. വേദനയുണ്ടോ? മാറി. വേദനയില്ല. അല്ലെ